ഡിപ്രഷനെക്കുറിച്ചാണല്ലോ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഞാനുമായിട്ട് കമ്പയർ ചെയ്താണ് ഞാൻ പറഞ്ഞത്. അപ്പം ചിലർക്ക് ആ ഡിപ്രഷൻ ഉണ്ടാവാറുണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഫുള്ള് സാഡാകുകയാണ്. അത് വേറെ ഏതോ ഒരു ലോകത്ത് ജീവിക്കുന്നത് പോലെ ആയിരിക്കും അവരുടെ ഓരോ പ്രവൃത്തിയും. അറ്റ് പ്രസൻറ്റ് അല്ല എന്ന രീതിയിലായിരിക്കും. ആരോടും ചിലപ്പോൾ മിണ്ടത്തില്ല, കുഞ്ഞിനെ നോക്കത്തില്ല, ശ്രദ്ധിക്കില്ല, പിന്നീട് എന്താണ് ആലോചിച്ചിങ്ങനെ ഇരിക്കും. അപ്പം അവരുടെ ഉള്ളിൽ വേറെ പല പല ചിന്തകളുമാണ് വരുന്നത്. കുഞ്ഞിനോട് ഒരു സംഭവം തന്നെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഡിപ്രഷൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയിൽ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ കൊല്ലുകയുണ്ടായി. അപ്പം അതൊക്കെ പിന്നീട് ഭയങ്കര വാർത്തയൊക്കെ. അപ്പോൾ അവരുടെ മാനസികാവസ്ഥ അതാണ്. അവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെ എൻ്റെ അടുത്ത് നിന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ആരും അത് മനസ്സിലാക്കിയില്ല. അവരത്ര ബുദ്ധിമുട്ടായിട്ടായിരിക്കുമല്ലോ അങ്ങനെ പറയുന്നത്. പക്ഷെ അവസാനം എന്താണ്, അവർ തന്നെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കി. അത് ഒരിക്കലും മനസ്സിൻ്റെ ആ ഒരു ഒരു മോശം സ്വഭാവം എന്ന് പറയാൻ പറ്റില്ല. അവരുടെ മാനസികാവസ്ഥ അത്രയ്ക്കും മോശമായി മാറുമ്പോഴാണ് അങ്ങനെ ചെയ്തു പോകുന്നത്. ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഓരോരുത്തർ സ്വന്തം അമ്മയും അച്ഛനെയൊക്കെ കൊല്ലുക, അല്ലെങ്കിൽ അതുപോലെ മോശമായ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്താണ്, ആ ഒരു സമയത്ത് അവർക്ക് തങ്ങളുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ മനസ്സ് അവരുടെ കയ്യിൽ നിന്ന് പോകുന്നു. അതാണ് ഞാൻ മുമ്പും പല വീഡിയോസിലും പറയുന്നത്, നമ്മുടെ മനസ്സിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മളും നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കണം. എന്നിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് പോരായ്മകൾ വരുന്നത് അവിടെയൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം. ഇല്ലെങ്കിൽ മനസ്സ് കൈവിട്ട് പോകും, അത് ഉറപ്പാണ്. അപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു അബദ്ധങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അപ്പം ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ അതൊരു സ്ത്രീയെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ് ആഫ്റ്റർ ഡെലിവറി. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ അവളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു വ്യക്തിയുള്ളൂ അവളുടെ ഭർത്താവ്, പിന്നെ വീട്ടുകാർ. ഭർത്താവ് ഒരു കുഞ്ഞൊക്കെ ആയിക്കഴിയുമ്പോൾ ചിലർക്ക് തൻ്റെ ഭാര്യയോട് ഒരു താല്പര്യക്കുറവ് ഉണ്ടാകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. പിന്നെന്താണ്, കുഞ്ഞിൻ്റെ കരച്ചിൽ അവരുടെ ഉറക്കത്തിന് പ്രശ്നം ഉണ്ടാക്കും എന്നത് പ്രശ്നമാവും. അപ്പം ഒന്നാമതേ തൻ്റെ കുഞ്ഞ് ഒരു 3 മാസം ആകുന്നിടം വരെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ചുറ്റുപാടുമായിട്ട് ഇടപഴകി വരാൻ ഇത്തിരി താമസമുണ്ട്, 3 മാസം. ഈ 3 മാസവും ഈ അമ്മയ്ക്ക് നല്ല സ്ട്രെയിൻ ആവശ്യമാണ്. ഒന്നാമത് ഇത്രയും നാൾ കുഞ്ഞിനെ കൊണ്ട് നടന്നേണ്ടത്, പിന്നീട് ഡെലിവറിക്ക് വേണ്ടിയിട്ട് ശരീരത്തിൽ കയറിയിട്ടുള്ള മരുന്നിൻ്റെ എഫക്റ്റ്, പിന്നെ അതിൻ്റേതായിട്ടുള്ള ശാരീരിക വേദനകളും മറ്റു കാര്യങ്ങളും. അപ്പോൾ അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ശരീരമാണ്. അതെല്ലാം കൂടെ ചേർന്ന് പിന്നെ മനസ്സിനുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഉറക്കം കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടെയാണ് അവരെ ശരിക്കും ബാധിക്കുന്നത്. ആ സമയത്ത് ഭർത്താവ് കരുതുക, അവൾക്ക് ഉറങ്ങേണ്ടത് അത്യാവശ്യമാണ്. അവൾ രാത്രിയിൽ ഉറങ്ങുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവൾക്ക് പകൽ ഉറങ്ങാനുള്ള സൗകര്യം ആദ്യം ഉണ്ടാക്കി കൊടുക്കണം. ഉറക്കമില്ലായ്മ വലിയ പ്രശ്നമാണ്. ഉറക്കം കൂടിപ്പോയാലും പ്രശ്നമാണ്. പക്ഷേ അത്യാവശ്യം ഉറങ്ങേണ്ട എത്ര മണിക്കൂറുണ്ട്, ആ മണിക്കൂർ കറക്റ്റായിട്ട് ഉറങ്ങണം. പ്രത്യേകിച്ചും ഒരു കുഞ്ഞായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ തൻ്റെ ഭർത്താവ് അതിനെ ശ്രദ്ധിക്കുക. വീട്ടിൽ മറ്റാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരും അത് ശ്രദ്ധിക്കണം നന്നായിട്ട്. ഉറക്കം അവർക്ക് നൽകണം. ഈ അമ്മയ്ക്ക് ഉറക്കം ആവശ്യമാണ്. ഉറക്കമാണ് ആദ്യം നൽകേണ്ടത്. പിന്നെ സമയത്ത് ആഹാരം കൊടുക്കുക. കാരണം നന്നായി ആഹാരം കഴിച്ചെങ്കിൽ മാത്രമേ കുഞ്ഞിന് ആഹാരം നമ്മളിൽ നിന്നുണ്ടായി കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനും ഉള്ള സാഹചര്യം ഒരുക്കണം. എൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു ഡിപ്രഷൻ്റെ മൂഡ് തോന്നുന്നു എങ്കിൽ, അവർ പറഞ്ഞില്ലെങ്കിൽ പോലും ഭർത്താവിന് അങ്ങനെ ഒരു സംശയം തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാര്യയോട് സംസാരിക്കണം. അടുത്ത് ചെന്നിരുന്ന് കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഉള്ളത് എന്താണെന്ന് അവർ പറയും.
അത് ദേഷ്യത്തോടു കൂടി ചെന്ന് എന്താണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ചോദിച്ച് നീ എപ്പോഴും വഴക്ക് പറഞ്ഞ് നേരെയാക്കാനല്ല അവിടെ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത് ചെന്ന് സ്നേഹത്തോടെ എന്ത് പറ്റി എന്ന് ചോദിച്ച് മനസ്സിലാക്കി ഒരു നമ്മൾ പുറമേ ഉള്ള ഒരു സപ്പോർട്ട് കൊടുക്കണം. കുഞ്ഞിനെ നോക്കാനായിട്ട് ഭർത്താവ് സമയം കണ്ടെത്തണം. എനിക്ക് ജോലിയാണ്, തിരക്കാണ്, ഉറക്കം നിൽക്കാൻ പറ്റില്ല എന്നൊന്നും ചിന്തിക്കരുത്. കാരണം കുഞ്ഞെന്ന് പറഞ്ഞത് നിങ്ങൾ 2 പേരുടെയും കൂടെയുള്ള ആളാണ് അല്ലേ? അപ്പോൾ 2 പേർക്കും ഒരേപോലെ ഉത്തരവാദിത്വമുണ്ട്. ജോലി കഴിഞ്ഞ് വരുന്നവർ കുറച്ച് നേരം കുഞ്ഞിനെ നോക്കാൻ സമയം കണ്ടെത്തണം. കാരണം അമ്മ എന്ന് പറയുന്ന ആൾ ഒരു ദിവസം ഫുൾ ടൈമും കുഞ്ഞിന് വേണ്ടിയിട്ട് ചിലവാക്കുന്നതാണ്. അപ്പം അച്ഛൻ ജോലിയുണ്ട് എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്നത് ശരിയല്ല. അമ്മ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കുറച്ചെങ്കിലും അച്ഛനും അനുഭവിക്കുക തന്നെ വേണം. അങ്ങനെ വളർത്തുന്ന കുഞ്ഞുങ്ങളോടെ നമുക്ക് എന്തെങ്കിലും ഒരു വല്ലാത്തൊരു സ്നേഹം തോന്നുകയുള്ളൂ. തിരിച്ച് നാളെ അവർക്കും നമ്മളോട് ആ ഒരു സ്നേഹം ഉണ്ടായി വരും. അപ്പം ആ ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് പോകാതെ നോക്കേണ്ടത് ഭർത്താവിൻ്റെ ചുമതല തന്നെയാണ്. ഭർത്താവ് അത് ശ്രദ്ധിച്ചാൽ ഒരിക്കലും ഒരു ഡിപ്രഷനിലേക്ക് കൂടുതലായിട്ട് പോവില്ല. തൻ്റെ ഭാര്യയ്ക്കൊപ്പം ഇരിക്കാനുള്ള സമയം കണ്ടെത്തണം. അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ആവശ്യമെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയും വേണം. ചിലപ്പോൾ മരുന്നിനെല്ലാം പറയുകയാണെങ്കിൽ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലെങ്കിൽ അതും ആവാം. അല്ലാതെ ഒരിക്കലും ആ ഒരവസ്ഥ മുന്നോട്ട് പോകാൻ അനുവദിക്കുകയേ ചെയ്യരുത്. അങ്ങനെ അനുവദിച്ചാൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. ഒരു കുഞ്ഞെന്നുള്ള ആ ഒരു സന്തോഷത്തെ ഇല്ലാണ്ടാക്കാനും ആ കുഞ്ഞിനെ വെറുക്കാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ പിന്നീടുണ്ടാകും. അപ്പോൾ ഡിപ്രഷൻ എന്നൊരു സ്റ്റേജിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി ആദ്യം ഒരു കെയർ കൊടുക്കുക, ഒരു സംരക്ഷണം കൊടുക്കുക. ഞാൻ നിനക്കൊപ്പമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും നിനക്കൊപ്പമുണ്ട്, നിനക്ക് എന്തും പറയാം, എന്താണ് നിൻ്റെ പ്രശ്നം എന്നുള്ളത് ഞങ്ങൾ പരിഹരിക്കാം. അങ്ങനെ മാനസികമായിട്ട് ധാരാളം സപ്പോർട്ട് ആവശ്യമാണ്. ആ ഒരു പിന്തുണ ഡിപ്രഷനിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായമാകും. ചിലപ്പോൾ ആദ്യത്തെ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കാം, ഡിപ്രഷൻ്റെ തുടക്കം ഒക്കെ ആയിരിക്കും. അത് നമുക്ക് മനസ്സിലാകും പുറമേ ഉള്ള ആൾക്കാർക്ക്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് കണ്ടെത്തി അതിനുള്ള പ്രതിവിധി ചെയ്തേ മതിയാവും. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം മൊത്തത്തിൽ പ്രശ്നമായി മാറും. ഭാര്യയുടെ ഈ അവസ്ഥ മനസ്സിലാക്കാതെ ചിലർ ഭാര്യ എന്തുകൊണ്ടങ്ങനെ എന്ന് ചിന്തിക്കാതെ അവളങ്ങനെ ആയിപ്പോയി എന്ന രീതിയിൽ മനസ്സിൽ ചിന്തിച്ചിട്ട് മോശമായ രീതിയിൽ ജീവിതം മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. വിവാഹം ചെയ്ത് ഒരു പെണ്ണിനെ കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? തൻ്റെ സുഖവും സന്തോഷവും എല്ലാം ഇടാൻ വേണ്ടിയിട്ടാണ്. ആ പങ്കിടൽ നടക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു മനസ്സിന് നല്ലൊരു ആരോഗ്യം ഉണ്ടാവുകയും വേണം അല്ലേ? അപ്പോൾ ആ മാനസിക ആരോഗ്യം നിലനിർത്താൻ തൻ്റെ ഭർത്താവും ശ്രമിക്കേണ്ടതാണ്. തിരിച്ച് ഭാര്യയും ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. കുഞ്ഞുങ്ങളുമായിട്ട് സുഖമായി ജീവിക്കാനും പറ്റും. ശരിയല്ലേ? അപ്പം ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് മറക്കല്ലേ.